എടാ ഭാർഗവ, നിനക്ക് എന്തത്ര തിരക്ക്? കല്യാണം നിന്റെ തലയിൽ വെച്ചാ നടത്തണേ? അല്ല, എന്റെ തോളത്ത് വെച്ചാ നടക്കണേ. മിറാണ്ടില്ലോ? മിറാണ്ട തരാം, ഒന്നും മിണ്ടാതിരിക്കോ? എന്നൊരു പെപ്സി ഇടാടാ. ഷുഗർ ഉള്ളതല്ലേ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാ പോരെ? പച്ചവെള്ളം കുടിക്കണോ ചൂടുവെള്ളം കുടിക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചോ. നിന്റെ മുതലൊന്നല്ലല്ലോ, താടെ ഒരെണ്ണം എടുത്തോ. കല്യാണം കലക്കല്ലേ അമ്മേ. എല്ലാവരും തിരക്കായിട്ട് പറയണം. പിന്നെ ഈ വിളി എനിക്ക് അത്ര സഹിക്കുന്നില്ല കേട്ടോ. അതെ, നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചെറുപ്പക്കാരാന്ന് വിളിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. സിഗരറ്റ് ഉണ്ടോ കയ്യില്? സിഗരറ്റോ? ആ, എനിക്ക് വലിക്കാനല്ല, ഉണ്ടെങ്കിൽ കുറച്ചവിടെ പൊട്ടിച്ചിടും. നാട്ടുകാര് വലിച്ച് രസിച്ച് കല്യാണം കൂടട്ടോ. അല്ല, മൂത്ത ആങ്ങളെന്തേ പെണ്ണിനെ കൈ പിടിച്ചു കൊടുക്കാൻ? ശേഖര, എന്റെ മോന്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ കൈ പിടിച്ചേൽപ്പിക്കും. അയ്യോമ്മേ, ഞാൻ ഭാർഗവേട്ട മായയുടെ കൈ പിടിച്ചു കൊടുക്ക്. ഞാനോ? അതെ. വണ്ടി ഇവിടെ നിർത്താൻ. നിനക്ക് തെറിയാക്കണത് ഇഷ്ട? ഞാൻ തെറി പറയാൻ പോവാ. എന്നോട് എന്തിനാ? നിന്നോടല്ല, ഇവിടെ ഒരു തെണ്ടി താമസിക്കുന്ന എന്റെ അളിയൻ പ്രേമേന്ദ്രൻ. ആ പ്രേമേന്ദ്ര, ആ ചുരിദാറിട്ട തള്ള ഏത് മുറിയിലാണാവോ? ഒരു ഉണ്ടങ്കല്ല് കിട്ടിയിട്ട് എറിയായിരുന്നു. പ്രേമ പ്രേമ പ്രേമ, ലൈറ്റ് വരുന്നുണ്ട്. ഇറങ്ങി. അപ്പൊ നീ ചത്തട്ടില്ല അല്ലേ? അളിയ, എന്താ അളിയ അർദ്ധരാത്രിയില്? നിന്നോട് രണ്ടു വാക്ക് സംസാരിക്കാൻ വന്നതാ. അച്ചി വീട്ടുകാരുടെ വാക്കും കേട്ട് നീ വന്നില്ലെങ്കിലും നിന്റെ പെങ്ങളുടെ കല്യാണം ഞങ്ങൾ ഗംഭീരായിട്ട് നടത്തിയടാ. കല്യാണത്തിന് വന്നവരൊക്കെ ചോദിച്ചു പെണ്ണിന്റെ മൂത്ത ആങ്ങൾ എന്തിയെന്ന്. ഞാൻ പറഞ്ഞു ചത്തുപോയിന്ന്. അങ്ങനെ പറയുന്നോണ്ട് നിനക്ക് വല്ല വിഷമണ്ടാ? പെണ്ണിന്റെ വാക്ക് കേട്ട് നടക്കണം നിനക്കൊക്കെ ചത്തൂടാ തെണ്ടി. ആരാത്? നിന്റെ അച്ഛൻ. അച്ഛയെ മാത്രല്ല, നിനക്ക് അച്ചിയുടെ അമ്മയും പേടിയല്ലേ? പക്ഷെ എനിക്ക് പേടിയില്ല. ആ സൊസൈറ്റി മാക്കാച്ച എനിക്ക് പുല്ലാടാ, പുല്ല്. രാത്രി എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മരുമകനെ തെറി പറയാൻ നീ ആരാടാ? ഞാനാ ഭാർഗവൻ. ഇവൻ കേക്കുണ്ടെങ്കിൽ കേറി കൊടുത്തള്ളേ. ശംഖു, ഓ, ഇയാളെ പിടിച്ച് പുറത്താക്കി ഗേറ്റ് അടയ്ക്കാൻ. ശംഖു ഇങ്ങോട്ട് വന്നേ. ഇവിടുത്തെ ഗേറ്റ് അടയ്ക്കാനും തുറക്കാനും തനിക്കിവിടെ വാച്ച്മാന്റെ ജോലിയാ. ഭാർഗവ, നീ വീട്ടിൽ പോവാൻ നോക്ക്. നീ പോവാൻ നോക്കടാ അകത്തേക്ക്. എന്താ അടി കൊടുത്ത് ഇയാളെ പിടിച്ച് ഗേറ്റ് പുറത്താക്ക്. ഇവൻ അടിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അടങ്ങി നിന്നാനെ. അതിനെങ്ങനെയാ? അമ്മ മതിൽ ചാടിയ മോള് ഗോപുരം ചാടുന്നല്ലേ കണക്ക്. എടോ, എന്നെ തനിക്ക് ശരിക്കറിഞ്ഞൂടാ. നിന്റെ വർഗത്തെ കുറിച്ച് ഞാൻ പുരാണത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. മണ്ടോദരി, പൂതന, ശൂർപ്പണക, പോയി കിടക്കടി അകത്ത്. ഇനി റിലീസാകാത്ത പുളിച്ച തെറികൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പ്രേമേന്ദ്ര, നീ സൂക്ഷിച്ചോ. ഈ ഹിപ്പോപ്പൊട്ടാമസ് നിന്നെ വിഴുങ്ങും. അല്ലെങ്കിൽ എന്നതേ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ. എനിക്കിപ്പോ സമാധാനായി, നല്ല സമാധാനായി. മോനെ വിരോധമില്ല, മുമ്പോയി കിടന്നു. നിങ്ങൾ പോകുന്നുണ്ട്. ഒരു ചുരിദാറ് ശങ്കുവിന് എടുത്തു കൊടുക്കണേ, അവന് ഉറങ്ങട്ടെ സുഖമായിട്ട്. ഞാൻ വിശാലം, നമ്മൾ തമ്മിൽ പരിചയമില്ല. ശാരദ ടീച്ചറിന്റെ മൂത്ത മകൻ പ്രേമേന്ദ്രൻ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്റെ മോളെയാ. മായയുടെ കല്യാണത്തിന് ഞങ്ങൾ ആരും പങ്കെടുത്തില്ല. ക്ഷണിക്കാത്ത കല്യാണത്തിന് സദ്യ ഉണ്ട് എനിക്ക് ശീലമില്ല. എങ്കിലും ആ കുടുംബത്തിലേക്ക് വന്ന പുതിയ ബന്ധുക്കാരെ ഒന്ന് പരിചയപ്പെടണല്ലോ എന്ന് കരുതി വന്നതാ. ആ, മായയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ടാന്ന് എനിക്കറിയാം. ഒന്ന് മനസ്സിൽ വെച്ചേക്കരുത്.
എന്റെ ഒരു ചെറിയ പ്രസന്റേഷൻ വാങ്ങിട്ട് വാങ്ങിച്ചു. രഘു അല്ലേ? ഇനി എന്നെ പറ്റി എല്ലാം മായ വിശദമായിട്ട് പറഞ്ഞു തരും. അമ്മേ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. വാ. വരട്ടെ. ആ ടീച്ചറിന്റെ ഒരു ഭാഗ്യേ, ഒരു നല്ല കുടുംബത്തിൽ നിന്നൂടെ ഒരു ബന്ധം ഉണ്ടായി. എത്ര കിട്ടി? ഓ, ഞാനൊന്നും ചോദിച്ചില്ല. എല്ലാം രഘുവിന്റെ തീരുമാനമല്ലായിരുന്നോ? കുറച്ച് സ്വർണ്ണം അവളുടെ കഴുത്തിൽ കിടക്കണ കണ്ടു. അറിഞ്ഞ് എന്തെങ്കിലും കൊടുക്കുന്ന സ്വഭാവം ആ വീട്ടുകാർക്കും ഇല്ല. എന്റെ നോട്ടത്തിൽ നിങ്ങളുടെ രഘുമോന് ഒരു 5 ലക്ഷവും 100 പവനും ഒരു മാരുതി കാറും കണ്ണടച്ചോണ്ട് ആര് വേണമെങ്കിലും കൊടുക്കും. എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി തുറന്നു പറയുന്ന സ്വഭാവമുള്ളവളാ ഞാൻ. വിഷമൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? ഞാൻ രഘുവിന് വേണ്ടി അവന്റെ മുറപ്പെണ്ണിനെ ആലോചിച്ചതാ, സുലോചന. അവള് ഗൾഫിലാണെന്നുള്ളത് എന്റെ മോനൊരു അയോഗ്യത. അവളാണെങ്കിലോ അവിടെ പൂത്ത പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാശ് ഇനിയും കിട്ടുമല്ലോ നിങ്ങൾ വിചാരിച്ചാല്. എങ്ങനെ? മായയുടെ ചേച്ചി പ്രഭാവതിയുടെ ഭർത്താവേ വലിയ കോടീശ്വരനെന്നാ പറയുന്നത്. അയാളല്ലേ ഈ പെങ്കുച്ചിന്റെ കല്യാണം മുഴുവൻ നടത്തി കൊടുത്തത്. ശേഖരൻകുട്ടിക്കാണെങ്കിൽ മായ എന്ന് വെച്ചാ ജീവനാ. അവള് എത്ര ലക്ഷം ചോദിച്ചാലും അവൻ കൊടുക്കും. കുറച്ച് കാശ് കിട്ടിയ പെണ്ണ് ഗർഭിണിയായ പിന്നെ പിന്നെ ഒന്നും നടക്കുന്നു വിചാരിക്കണ്ട. നിങ്ങൾ ബുദ്ധിപൂർവം കരുക്കൽ നീക്കിയാൽ നല്ല തുക മേടിക്കും. ആദ്യം തന്ത്രത്തിൽ കിട്ടിയില്ലെങ്കിൽ അറിയാലോ. അതൊക്കെ ഒരു അമ്മായിയമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരണോ? എന്നാ നീ ഇനി ജോലിക്ക് ജോയിൻ ചെയ്യുന്ന? നാളെ കഴിഞ്ഞ് പോണം. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായില്ല. അതിനു മുമ്പേ പോയാ ഇവൾ എത്രമാത്രം ദുഃഖിക്കും. എന്ന് കരുതി പോവാതിരിക്കാൻ പറ്റുമോ? ഇനി അവിടെ ചെന്നൊരു ക്വാർട്ടേഴ്സ് തരപ്പെട്ട് കിട്ടിയാൽ ഇവളെയും കൊണ്ടുപോകണം. ഓ, അത് ശരി. പിന്നെ ഞങ്ങൾക്ക് ആരാ ഒരു കൂട്ടുള്ളത്? എനിക്കും കൂടി ഒരു സഹായത്തിനാ നിന്നെ കൊണ്ട് ഉടനെ പെണ്ണ് കെട്ടിച്ചത്. ഞാൻ പറഞ്ഞത് മോനെന്ന് കേക്ക്. ഈ ജോലി വേണ്ടെന്ന് വെക്കേ. നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങ്. വീട്ടിൽ നിന്ന് ദിവസവും പോയി വരാവുന്ന രീതിയിൽ. അമ്മ എന്തായി പറയുന്നത്? വേണ്ടേ? ആ, ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ പോലെ 3-4 ലക്ഷം രൂപ വേണ്ടേ? ഓ, അതിനൊക്കെ വഴിയുണ്ട്. മായ വിചാരിച്ചാൽ നീ ശേഖരൻകുട്ടിയുടെ കാര്യം പറഞ്ഞ അവ സഹായിക്കാതിരിക്കില്ല. നിന്റെ ഭർത്താവിനോടത്ത് ജീവിക്കാൻ വേണ്ടിയല്ലേ? ഞാൻ എങ്ങനെ പറയാ? നീ അമ്മയുടെ പിറന്നാളിന് പോണെന്ന് പറഞ്ഞില്ലേ? നാളെ എല്ലാവരും അവിടെ വരും. അവസരം നോക്കി സംഗതി അവതരിപ്പിച്ച കാര്യം നടക്കും. ഗുഡ് മോർണിംഗ് പ്രേമേന്ദ്ര. രാവിലെ എങ്ങോട്ടാ? ഞാനൊന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട്. എന്താ നിന്റെ കയ്യില്? ഹായ്, സെറ്റുമുണ്ടും കൊള്ളാലോ, നന്നായിരിക്കുന്നു. മോളെ, നീ ഇത് കണ്ടോ? ഇത് അമ്മയുടെ പിറന്നാളിന് വാങ്ങിയതാ. അത് ശരി, ഇന്നാണ് എന്റെ പിറന്നാള്. ഓ, ഞാൻ ഇതൊന്നും ഓർക്കറിയില്ല കേട്ടോ. അതല്ല, എന്റെ അമ്മയുടെ പിറന്നാളിനാ. അപ്പൊ ഞാൻ നിന്റെ അമ്മയല്ലേ? അല്ലാന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ അമ്മയുടെ എല്ലാ പിറന്നാളിനും ഞാനുണ്ടായിരുന്നു. നീ ജനിക്കുന്നതിന് മുമ്പേ നിന്റെ അമ്മയ്ക്ക് പിറന്നാളുണ്ടായിരുന്നില്ലേ? ഓരോരോ ദുശീലങ്ങളെ. പെങ്ങളുടെ കല്യാണത്തിനേ പോയില്ല. നീ ഇപ്പൊ നിന്റെ വീട്ടിൽ കയറി ചെന്നാലേ നിന്റെ ഭാര്യയ്ക്കാ കുറച്ചില്. ആണായാലേ കുറച്ച് വാശിയും വൈരാഗ്യവും ഒക്കെ വേണം. അങ്ങനെ പെട്ടെന്ന് തോറ്റൊന്നും കൊടുക്കരുത്. അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. നമുക്ക് നല്ലതിനെ അമ്മ പറയൂ. പ്രേമേന്ദ്രന് പോവണ്ട. കൊള്ളാം, നന്നായിരിക്കുന്നു. ഞാൻ എടുത്തോളാം.